നമസ്കാരം, ഇൻഫോടൈൻമെന്റിലേക്ക് അവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇയർ സോഷ്യോളജി എക്സാമിനേഷന്റെ ക്വിക്ക് റിവിഷൻ വീഡിയോ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. 6th ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രോസസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. സോഷ്യൽ സ്ട്രക്ചർ ഈസ് സംതിങ് ലൈക്ക് വാൾസ്, വിൻഡോസ് ആൻഡ് ഡോർസ് ഓഫ് എ ഹൗസ്. ഹൗ ഇറ്റ് റെഗുലേറ്റ് ദി മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ ഹൗസ്. ഒരു വീടിന്റെ ഭിത്തിയും അതിന്റെ വാതിലും ജനലുകളും എങ്ങനെയാണ് അതിനുള്ളിൽ ആൾക്കാരുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്നതുപോലെ സൊസൈറ്റിയിൽ ആൾക്കാരുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള, നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു സംവിധാനമാണ് സോഷ്യൽ ഓർഡർ. അപ്പോൾ സോഷ്യൽ ഓർഡർ കൊണ്ട് ഒരു പരിധിവരെ ഉദ്ദേശിക്കുന്ന സോഷ്യൽ കൺട്രോൾ തന്നെയാണ്. സോഷ്യൽ ഓർഡറിൽ അവിടെ വോളണ്ടറി സോഷ്യൽ ഓർഡർ ഉണ്ട്, ഇൻവോളണ്ടറി സോഷ്യൽ ഓർഡർ ഉണ്ട്. അതായത് സ്വമേധ സോഷ്യൽ ഓർഡറിന് ഉപയാകുന്ന രീതിയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളെ, മറ്റുള്ളവരെ, വ്യക്തികളുടെ പെരുമാറ്റത്തെ ഈ പറഞ്ഞ സോഷ്യൽ ഓർഡറിനനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ സൊസൈറ്റിയിലെ വില്ലേജ് ഗ്രൂപ്പ്സ്, അതായത് സവിശേഷ അധികാരമുള്ള വിഭാഗങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ. അതിലൊന്ന് ലൈഫ് ചാൻസസ്, സെക്കൻഡ് സോഷ്യൽ സ്റ്റേറ്റസ്, 3 പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ജീവിത അവസരങ്ങൾ, സാമൂഹ്യ പദവി, രാഷ്ട്രീയ സ്വാധീനം. ഇത് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇത് അത്യാവശ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഏരിയ സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രോസസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് വേസ് ഇൻ വിച്ച് മെൻ ഇന്ററാക്ട് ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ ആൾക്കാരെ ഇടപെടുന്നതിന്റെ ഫലമായിട്ട് അവർക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സവിശേഷമായ രീതിയാണ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സിനെ കോൺഫ്ലിക്ട് വ്യൂവിലും അതുപോലെ തന്നെ ഫങ്ഷണലിസ്റ്റ് വ്യൂവിലും നോക്കിക്കാണണം. സോഷ്യൽ പ്രോസസ്സ് 2 തരമുണ്ട്. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് അഥവാ പോസിറ്റീവ് സോഷ്യൽ പ്രോസസ് ആൻഡ് നെഗറ്റീവ് സോഷ്യൽ പ്രോസസ്സ് അഥവാ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ഓർ പോസിറ്റീവ് സോഷ്യൽ പ്രോസസ് ഇൻ വിച്ച് റിലേഷൻഷിപ്പ് ഫോംസ് ഓർ സ്ട്രെങ്തൻസ്. അതേസമയം നെഗറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ഓർ വീക്കൻസ്. നെഗറ്റീവ് സോഷ്യൽ പ്രോസസ് അല്ല ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ തകരുകയോ ദുർബലപ്പെടുകയോ ആണ് ചെയ്യുന്നത്. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ വരുന്നത് കോപ്പറേഷൻ, ഇന്റഗ്രേഷൻ, അസിമിലേഷൻ, അക്കോമഡേഷൻ ഒക്കെ ആണെങ്കിൽ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ വരുന്ന കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഹിയർ കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ. പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ, ടെക്നോളജി, ട്രഡീഷൻ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുമല്ലോ. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് എമിൽ ഡർക്കിമിന്റെ സോഷ്യൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി, മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇവിടെ 2 കോളമായിട്ട് തിരിച്ച് എഴുതുന്നതായിരിക്കും നല്ലത്. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്താണ്, ഓർഗാനിക് സോളിഡാരിറ്റി എന്താണ്, അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മെക്കാനിക്കൽ സോൾഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സോൾഡാരിറ്റിയാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ഏൻഷ്യന്റ് സൊസൈറ്റി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലെസ് ഡിവിഷൻ ഓഫ് ലേബർ. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ കളക്റ്റീവ് കൺസേൺസ്. അഭിപ്രായ സമന്വയത്തിൽ അധിഷ്ഠിതമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് റിസംബ്ലൻസ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻ ദി ഏൻഷ്യന്റ് സൊസൈറ്റി, സ്മോൾ സൊസൈറ്റി, മോർ കോപ്പറേഷൻ ഈസ് ദെയർ. അതുപോലെ തന്നെ ലോ, ദാറ്റ് ഈസ് റെസ്റ്റിറ്റ്യൂട്ടീവ്, റെപ്രസീവ് ലോ. ദെൻ നെക്സ്റ്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഈസ് ദ striving of 2 or more person for a reward which is limited so that everybody cannot share. പരിമിതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആൾക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇംപേഴ്സണൽ ആണ്. അവിടെ വ്യക്തിയെ തിരിച്ചറിഞ്ഞ് അല്ല വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തിട്ടല്ല അവിടെ കോമ്പീറ്റ് ചെയ്യുന്നത്. അതേസമയം കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പേഴ്സണൽ ആണ്. കൂടെ മത്സരിക്കുന്നവരെ ദുർബലപ്പെടുത്തുകയോ ക്ഷീണിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുറന്തള്ളുകയോ ചെയ്തുകൊണ്ട് റിവാർഡുകൾ നേടിയെടുക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെയാണ് കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കൂടെ മത്സരിക്കുന്നവരെ ആ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, അവരെ റിമൂവ് ചെയ്തുകൊണ്ട്, അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് റിവാർഡ്സുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് കോൺഫ്ലിക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഡിസൈറബിൾ അല്ല. അതേസമയം കോമ്പറ്റീഷൻ ഡിസൈറബിൾ ആണ്, അത് എസെൻഷ്യൽ ആണ്. കോമ്പറ്റീഷൻ അത്യാവശ്യമാണ്. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുള്ളൂ, വ്യക്തികൾ ഡെവലപ്പ് ചെയ്യുള്ളൂ. പല ടൈപ്പ് കോമ്പറ്റീഷൻ ഉണ്ട്. ഇവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ പലവട്ടം പറഞ്ഞാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നെക്സ്റ്റ് 7th ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. ഇത് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചാണ്. സോഷ്യൽ ചേഞ്ച് ഈസ് ദ ചേഞ്ച് ഒക്കേർഡ് ഇൻ ദി ബിഹേവിയർ ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ എ സൊസൈറ്റി ആസ് എ ഹോൾ. 1 or 2 പേരുടെ ബിഹേവിയറിലോ അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളിലോ ഉണ്ടാകുന്ന ചേഞ്ച് അല്ല, മറിച്ച് ഒരു കൂട്ടം ആൾക്കാരുടെ, ഒരു ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെയോ മൊത്തത്തിലുള്ള ചേഞ്ചിനെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ സോഷ്യൽ ചേഞ്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു സ്ട്രക്ചറൽ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന 2 കാര്യങ്ങളാണ്. കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അതുപോലെ തന്നെ വേസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. മീൻസ് സോഷ്യൽ ചേഞ്ച് ഏതെല്ലാം രീതിയിലാണ് വരുന്നത്, ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എവല്യൂഷൻ, റെവല്യൂഷൻ ആൻഡ് ഡെവലപ്പ്. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിണാമം വളരെ സ്ലോ ആൻഡ് ഗ്രാജുവൽ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്, സ്ലോ ആൻഡ് ഗ്രാജുവൽ എന്നുള്ളതാണ്.
അതേസമയം റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ആണ്, വളരെ ഫാസ്റ്റ് ആണ്, വയലന്റ് മീൻസ് ആണ്. റെവല്യൂഷൻ മീൻസ് ഇറ്റ് ഓൾട്ടേഴ്സ് ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ ബൈ എ ന്യൂ ഓർഡർ ബൈ മീൻസ് ഓഫ് വയലൻസ് ആൻഡ് ഇൻ എ ഡ്രാസ്റ്റിക് വേ. അപ്പം നിലവിലുള്ള സാമൂഹിക ക്രമത്തെ തകർത്തുകൊണ്ട് ഒരു പുതിയൊരു സാമൂഹിക ക്രമം വയലന്റുമായിട്ടുള്ള മാർഗത്തിൽ കൂടെയും വളരെ പെട്ടെന്ന് വരുന്നതാണ് റെവല്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ധാരാളം റെവല്യൂഷന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. അപ്പം നിലവിലുള്ള അതായത് സ്ലോ ആൻഡ് ഗ്രാജുവൽ ചേഞ്ച് ആണ്. അതായത് ഹോമോജീനിറ്റി ടു ഹെട്രോജീനിറ്റി. ഇറ്റ് ഇസ് എ സ്ലോ ആൻഡ് ഗ്രാജുവൽ ചേഞ്ച് ഫ്രം ഹോമോജീനിറ്റി ടു ഹെട്രോജീനിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ 3 ബേസിൽ കൂടിയാണ് സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നത്. പിന്നീടുള്ള സോഷ്യൽ ചേഞ്ചിന്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ഏതൊരു ചേഞ്ച് സൊസൈറ്റിയിലുള്ള ഏതൊരു ചേഞ്ചിന്റെയും കാരണമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെയും എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഇവിടെ വരുന്ന ചേഞ്ചുകൾ. അപ്പോൾ ഇതൊരു എസ്സേയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സോഷ്യൽ ചേഞ്ചിന്റെ കോസസ്, കാരണങ്ങൾ. അപ്പോൾ അത് ഓരോന്നും അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് എഡ്യൂക്കേഷൻ. ഇവിടെ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിനകത്ത് അല്ലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിനകത്ത് മരുഭൂമിയായിട്ട് കിടന്നിരുന്ന ഗൾഫ് കൺട്രികളിലൊക്കെ ഓയിലിന്റെ കണ്ടന്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതോടുകൂടി അവിടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളാണ് ഉണ്ടായത്. ആ ഓയിൽ കണ്ടെത്താനും ഓയിൽ എക്സ്കവേറ്റ് ചെയ്യാനും അത് ഓയിൽ വിറ്റവർക്ക് പണം ഉണ്ടാക്കാനും കഴിഞ്ഞതോടുകൂടി അവിടെ വളരെയധികം ചേഞ്ചുകളാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ബന്ധപ്പെട്ട ചാപ്റ്ററുകളുടെ വീഡിയോ സെഷൻ നോക്കാവുന്നതാണ്. അതുപോലെ സോഷ്യൽ ചേഞ്ചിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പൊളിറ്റിക്കൽ കോസസ്. അതായത് ഒരു രാഷ്ട്രത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങൾ, പോളിസീസ്, അപ്പോൾ അതിനെയൊക്കെ ആശ്രയിച്ച് ആ സൊസൈറ്റിയിൽ സഡനായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാവാം. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഒക്കെ ഏത് സമയത്താണ് ഏത് ഗവൺമെന്റാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിനുശേഷം വളരെയധികം ചേഞ്ചുകൾ ഉണ്ടായി. അപ്പം ഓരോ പാർട്ടികളുടെയും പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഓരോ നയങ്ങളുണ്ട്. ചിലരുടെ നയങ്ങൾ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചിന് അല്ലെങ്കിൽ പ്രോഗ്രസിന് അനുകൂലമാണെങ്കിൽ മറ്റു ചിലരുടെ നയങ്ങൾ അതിന് വിപരീതമായിരിക്കാം. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ ചേഞ്ചിനെ സംബന്ധിച്ച്. സോഷ്യൽ ഓർഡറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ഡോമിനേഷൻ, അതോറിറ്റി ആൻഡ് ലോയർ. അതോറിറ്റി എന്താണ്? അതോറിറ്റി ലെജിറ്റിമേറ്റ് യൂസ് ഓഫ് പവർ ഈസ് നോൺ ആസ് അതോറിറ്റി. നിയമപരമായിട്ടുള്ള പവറാണ് അതോറിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് പോലീസ്, കോടതി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പവറോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പവർ ഈസ് എ കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു മേക്ക് അതേഴ്സ് ടു ബിഹേവ് അക്കോർഡിംഗ് ടു ഹിസ് ഡിസൈർസ് ഈവൻ എഗനിസ്റ്റ് ദെയർ വില്ല്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനെതിരായിട്ടാണെങ്കിൽ പോലും അവരെ കൊണ്ട് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ളൊരു ശേഷിയാണ് പവർ. തുടർന്ന് കണ്ടസ്റ്റേഷൻ. നിലവിലുള്ള സോഷ്യൽ സിസ്റ്റത്തിനോടുള്ള എതിർപ്പ് അത് പ്രകടിപ്പിക്കുന്നതിനെയാണ് കണ്ടസ്റ്റേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഡ്രസ് സ്റ്റൈല്, ഹെയർ സ്റ്റൈല്, അതുപോലെ തന്നെ ബിഹേവിയറിസം, മാനറിസം, ഇവയിൽ കൂടിയൊക്കെയാണ് ഇത് കാണിക്കാറ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് കൗണ്ടർ കൾച്ചർ അല്ലെങ്കിൽ യൂത്ത് റിബല്യൻ. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. കൗണ്ടർ കൾച്ചർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കൾച്ചറിന് വിപരീതമായിട്ടുള്ളൊരു കൾച്ചർ പ്രകടിപ്പിക്കുക. മുടിയും നീട്ടി വളർത്തി, അതുപോലെ തന്നെ പാവാട പോലത്തെ പാൻറ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചെവിയേലും മറ്റും ആൺപെൺ വ്യത്യാസമില്ലാതെ ആഭരണങ്ങൾ ഇടുന്നത്, ഓപ്പോസിറ്റ് സെക്സിന്റെ ഓർണമെന്റ്സും ബിഹേവിയറിസവും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നത്. തുടർന്ന് ക്രൈം ഈസ് ദ വയലേഷൻ ഓഫ് ലോ. നിയമത്തിൽ നിന്നും വ്യതിചലിച്ചു പ്രവർത്തിക്കുന്നതിനാണ് ക്രൈം എന്ന് പറയുന്നത്. അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയാണ് ക്രൈം. അത് കുട്ടികൾ ചെയ്യുമ്പോൾ, പ്രായപൂർത്തിയാകാത്തവർ ചെയ്യുമ്പോൾ അതിനെ ജുവനൈൽ ഡെലിക്വൻസി എന്നാണ് പറയുന്നത്. സോഷ്യൽ ഓർഡർ ഇൻ വില്ലേജ് ആൻഡ് റൂറൽ ഏരിയാസ് ആൻഡ് അർബൺ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ അർബൺ ഏരിയ എന്താണ്, റൂറൽ ഏരിയ എന്താണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങളുടെ പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വീണ്ടും കൾച്ചറൽ ലാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എം.എൻ. ശ്രീനിവാസിന്റെ ആബ്സെന്റി ലാൻഡ് ലോഡ്സ്, അതും നമ്മൾ ഒന്ന് പ്രതിപാദിച്ച കാര്യമാണ്. ധാരാളം ലാൻഡുള്ള ലാൻഡ് ലോഡ്സ് ആ ലാൻഡിൽ അല്ലെ ആ ഭൂമിയിൽ താമസിക്കാതെ അവിടെ നിന്നും മാറി മറ്റെവിടെയെങ്കിലും പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ, സാധാരണയായിട്ട് ടൗൺ ഏരിയയിലായിരിക്കും അവർ താമസിക്കുന്നത്. അതിനാണ് ആബ്സെന്റി ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത്. ലാർജ് ലാൻഡിൽ ആബ്സെന്റ് ആയിരിക്കും. അതുപോലെ എം.എൻ. ശ്രീനിവാസിന്റെ ഡോമിനന്റ് കാസ്റ്റും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കോണ്ടസ്റ്റിൽ അർബൻ ഏരിയയുടെയും റൂറൽ ഏരിയയുടെയും നേച്ചർ, പ്രത്യേകതകൾ, അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വ്യക്തികളുടെ, അവിടെയുള്ള സോഷ്യൽ റിലേഷന്റെ പ്രത്യേകതകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റൂറൽ ഏരിയയിൽ അനോണിമിറ്റി കൂടുതലാണ്, അപരിചിതത്വം, അനോണിമിറ്റി ലെസ് ആണ്.
അവിടെ അപരിചിതത്വം തീരെയില്ല. അതേസമയം അർബൻ ഏരിയയിൽ അനോണിമിറ്റി കൂടുതലാണ്. റൂറൽ ഏരിയയിൽ അതേസമയം സസ്പീഷ്യസ്നെസ് ആണ് കൂടുതൽ. റൂറൽ പീപ്പിൾ സസ്പീഷ്യസ് ആണ്. അവർ പരിചയമില്ലാത്തവരെ വളരെ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ പ്രൈമറി റിലേഷൻ കൂടുതലാണ്, ഇന്റിമസി കൂടുതലാണ്. അർബൻ ഏരിയയിൽ പ്രൈമറി റിലേഷൻ കുറവാണ്, അവിടെ സെക്കൻഡറി നേച്ചറാണ്, സെക്കൻഡറി റിലേഷനാണ്. അതുപോലെ തന്നെ ഇന്റിമസി കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ അർബൻ പ്രോബ്ലംസും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അർബൻ പ്രോബ്ലംസിൽ ഡെല്ലിംഗ് പ്രോബ്ലംസ്, താമസ സ്ഥലത്തിൻ്റെ അഭാവം, അതുപോലെ തന്നെ ട്രാഫിക് കൺജക്ഷൻസ് ആൻഡ് ട്രാഫിക് ഇഷ്യൂസ്, അതുപോലെ തന്നെ വാട്ടർ പ്രോബ്ലംസ്, ഡ്രെയിനേജ് പ്രോബ്ലംസ്, വൈറ്റ് കോളർ ക്രൈംസ്, അതുപോലെ തന്നെ പൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു അർബൻ പ്രോബ്ലംസും കൂടെ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി. എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റിയിൽ സോഷ്യൽ എൻവയോൺമെന്റ്, അതായത് ജൈവ ഭൗതിക പരിസ്ഥിതിയും മനുഷ്യന്റെ ഇടപെടലും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിൽ നിന്നാണ് സോഷ്യൽ എൻവയോൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സോഷ്യൽ ലൈഫും എൻവയോൺമെന്റും സോഷ്യൽ എൻവയോൺമെന്റിലേക്കുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന രീതിയിലാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ, പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെ രൂപപ്പെടുത്തുന്നതിനെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നേച്ചർ നർച്ചർ ഡിബേറ്റ് വരുന്നുണ്ട്. അത് ചില സമയങ്ങളിൽ റെയർ ആയിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെദർ പേഴ്സണാലിറ്റി ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹെറിഡിറ്റി ഓർ എൻവയോൺമെന്റ്. ഹെറിഡിറ്റി ആണോ എൻവയോൺമെന്റ് ആണോ പേഴ്സണാലിറ്റിയിൽ പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭോപ്പാൽ ട്രാജഡി എന്താണ് സംഭവം, എങ്ങനെയാണ് അത് ഉണ്ടായത്, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, പ്രധാനമായും 2 സാഹചര്യങ്ങളാണ്. ഒന്ന് കമ്പനിയുടെ അനാസ്ഥയും അതുപോലെ തന്നെ അഴിമതിയും, അതുപോലെ കമ്പനിയുടെ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനവും, അതുപോലെ തന്നെ അഴിമതിയും. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും കമ്പനി വാരിക്കോരി പല ആനുകൂല്യങ്ങളും നൽകി ആ അഴിമതികളുടെയും സൗജന്യങ്ങളുടെയും മറവിൽ കമ്പനി ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാതെ ഇരുന്നത് മൂലമുണ്ടായ. അപ്പോൾ ഭോപ്പാൽ ട്രാജഡി ഒരു എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടാണെങ്കിലും ചോദിക്കാവുന്നതാണ്. തുടർന്ന് ഈ ചാപ്റ്റർ വരുന്ന മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഡിപ്ലീഷൻ ആണ്. അതായത് നിലവിലുള്ള എനർജി റിസോഴ്സുകളൊക്കെ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, ഉപയോഗിക്കുന്നതനുസരിച്ചതൊക്കെ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകളെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പൊല്യൂഷനാണ്. പൊല്യൂഷൻ തന്നെ പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട്. നമുക്കറിയാം, എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൊല്യൂഷൻസ്. നെക്സ്റ്റ് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഇസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇയർ ബൈ ഇയർ. അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അതായത് ഓസോൺ പാളിക്ക് ഡിപ്ലീഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. തുടർന്ന് വരുന്ന മറ്റൊരു റിസ്ക് ഫാക്ടറാണ്, അല്ലെ എൻവയോൺമെന്റൽ ഇഷ്യൂ ആണ്, ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ്. ഇപ്പോൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിരിക്കുന്ന വിത്തുകളുടെയും ജീവജാലങ്ങളുടെയും അവയിലെ റിസ്ക് ഫാക്ടേഴ്സ് എത്രയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് അവ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അന്തകൻ വഴുതനങ്ങ, അതുപോലെ തന്നെയുള്ള മറ്റു പല കാര്യങ്ങളും, പല സീഡ്സുകളും ഒക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിളയിൽ നിന്ന് നമുക്ക് വിത്തുണ്ടാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ പരമ്പരാഗത കൃഷി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തുണ്ടാക്കിയാണ്, അല്ലെ പരമ്പരാഗത കൃഷി സമ്പ്രദായം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വിളവിൽ നിന്ന് നമ്മൾ വീണ്ടും വിത്തുണ്ടാക്കിയാണ് കൃഷി ചെയ്ത് പോകുന്നതെങ്കിൽ ഇവിടെ വിത്തില്ല. ഈ വിളകളിലൊന്നും വിത്തില്ല. ഈ ഫ്രൂട്ട്സിൽ നിന്നും വിത്ത് എടുത്ത് നമുക്ക് വീണ്ടും അടുത്ത ജനറേഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെയും ഓരോ പ്രാവശ്യവും ഈ വിത്തിന് വേണ്ടി നമ്മൾ അതുണ്ടാക്കുന്ന ഏജൻസികളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മറ്റൊരു ഫാക്ടറാണ് മാൻമെയ്ഡ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ്. അതായത് നാച്ചുറലായിട്ടുണ്ടാകുന്ന എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സും. അപ്പോൾ ഇവിടെ ഈ എൻവയോൺമെന്റൽ ഹസാർഡ്സിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പുസ്തകത്തിൽ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നിലവിൽ സൊസൈറ്റിയിലുള്ളതായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ്, വേസ്റ്റ്, അതുപോലെ തന്നെ എന്തൊക്കെ ആണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, കുന്നിടിയുന്നത്, അപ്പോൾ അവയൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം. ഈ ചാപ്റ്റർ പ്രധാനമായും നോക്കിക്കാണുന്നത് എൻവയോൺമെന്റൽ പ്രോബ്ലംസും സോഷ്യൽ പ്രോബ്ലംസും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് അല്ലെ എൻവയോൺമെന്റിനോടുള്ള മനുഷ്യന്റെ ഇടപെടൽ ഒരുപോലെയല്ല. സൊസൈറ്റിയിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് എൻവയോൺമെന്റിനോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തുടർന്നിവിടെ ഈ ചാപ്റ്ററിന്റെ മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് തുടർന്നിവിടെ ഹിമ ഉദ്യാനത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അതായത് വളരെയധികം വെള്ളമില്ലാതെ വളരെയധികം ഉയർന്ന ടെമ്പറേച്ചറുള്ള പ്രദേശത്ത് പോലും
അമിതമായി വൈദ്യുതി പാഴാക്കി ഹിമോദ്യാനവും മറ്റു കാര്യങ്ങളും ലാഫിഷായിട്ട് നടത്തുമ്പം അവിടെയുള്ള ഗ്രാമീണവാസികൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. സമൂഹത്തിലെ ഒരു വിഭാഗം വളരെ ലാഫിഷായിട്ട് വളരെ ആർഭാടമായിട്ട് ജീവിക്കുന്നു. അതേസമയം മറ്റൊരു വിഭാഗം അവിടെ കുടിവെള്ളത്തിന് പോലും കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എൻവയോൺമെന്റിനെ വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത വിഭാഗങ്ങൾ ഇടപെടുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് വ്യത്യസ്ത വിഭാഗങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത്. ഉദ്യാനവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ഷോർട്ടസ്റ്റ് എസ്സേക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. നെക്സ്റ്റ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഏതൊരു സയൻസിനെ സംബന്ധിച്ചും അതിന്റെ തിയറിറ്റിക്കൽ ബേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ സോഷ്യോളജിയുടെ തിയറികളാണ്, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ ഫാദർ, നമ്മുടെ ഒറിജിൻ ഓഫ് സോഷ്യോളജി ആദ്യത്തെ ചാപ്റ്റർ കുറേയൊക്കെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കോംറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെയും പ്രധാനപ്പെട്ടതാണ്, അത് ശ്രദ്ധിക്കുക. തുടർന്ന് ഹെർബർട്ട് സ്പെൻസർ അദ്ദേഹത്തിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കിയിരിക്കുക, സിലബസിലും പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ പോലും. അതുപോലെ തന്നെ എമിൽ ഡർക്കീം, സോഷ്യോളജി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയ കോംറ്റിന്റെ ശിഷ്യനായിട്ടുള്ള എമിൽ ഡർക്കീം, കോംറ്റ് സോഷ്യോളജിക്ക് ആദ്യം നൽകിയ പേര്, ഏത് സാഹചര്യത്തിലാണ് സോഷ്യോളജി പഠനത്തിലേക്ക് അദ്ദേഹം കടന്നത്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച ടിൻ റെവല്യൂഷൻസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ്, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ അവേക്കനിങ് ഇൻ 19th and 18th century കോസ് ദി ഒറിജിൻ ഓഫ് സോഷ്യോളജി. കമ്മ്യൂണിസത്തിന്റെ ഉപജ്ഞാതാവായ കാൾ മാർക്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഏലിനേഷൻ കൺസെപ്റ്റിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഏലിനേഷനെ കുറിച്ച് നമ്മൾ മുൻപ് ഒരു ചാപ്റ്റർ കൂടുതൽ പ്രതിപാദിച്ചതാണ്. എന്താണ് ഏലിനേഷൻ, ടൈപ്പ് ഓഫ് ഏലിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഏത് ഉത്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉപാധികൾ. അപ്പം പഴയ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിലയും തടി കൊണ്ടും ഒക്കെയുള്ള അപരിഷ്കൃതമായ ആയുധങ്ങളായിരുന്നു എങ്കിൽ ഇന്ന് അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ്. കാൾ മാർക്സിന്റെ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ക്ലാസ്റ്ററുകൾ. അതുപോലെ തന്നെ എമിൽ ഡർക്കീമിനെ സംബന്ധിച്ച് അദ്ദേഹം സോഷ്യോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫാക്ടുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഫാക്ടുകൾക്ക് പ്രാധാന്യം കൊടുത്ത് വേണം പഠിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞ്. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പഠനം തന്നെയാണ് ദ സൂയിസൈഡ്. അവിടെ സൂയിസൈഡിനെ ഒരു ഫാക്ട് ആയിട്ട് എടുത്തുകൊണ്ടാണ് അദ്ദേഹം പഠിച്ചത്. സൂയിസൈഡിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സോഷ്യോളജിക്ക് ഒരു സയന്റിഫിക് നേച്ചർ തന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് സൈക്കോളജിയെക്കാളും ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് സൂയിസൈഡ്. അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ സൂയിസൈഡിന്റെ റീസൺ ആയിട്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ കണക്കാക്കുമ്പോൾ അതല്ല, അതിലേക്ക് നയിക്കുന്ന യഥാർത്ഥ റീസൺ എന്ന് പറയുന്ന സോഷ്യൽ ഫോഴ്സുകളാണ്, അല്ലെ സോഷ്യോളജിക്കൽ എലമെന്റ്സ് ആണ്. അല്ലെങ്കിൽ സൂയിസൈഡിന്റെ ഏറ്റവും ചുരുക്കി പറഞ്ഞ സൂയിസൈഡിന്റെ റീസൺ എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ആണ് എന്ന് പറഞ്ഞു വെച്ച ഒരു മഹാനാണ്. സോഷ്യോളജിക്ക് അത്രയും പ്രാധാന്യം സൈക്കോളജിയെക്കാളും അല്ലെങ്കിൽ ഒരു പരിധിവരെ സൈക്കോളജിയോടൊപ്പം തന്നെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന വ്യക്തിയാണ് എമിൽ ഡർക്കീം. അത് പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെഷനിൽ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോറൽ ഫാക്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൂയിസൈഡ് 4 ടൈപ്പ് സൂയിസൈഡ് ഉണ്ട്, അതൊന്നും മനസ്സിലാക്കിയിരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിവിഷണൽ ലേബർ മെക്കാനിക്കൽ ഡിവിഷൻ ഓഫ് ലേബറിന്റെ അടിസ്ഥാനത്തിൽ 2 തരം സോൾഡാറ്റി ഉണ്ട്, മെക്കാനിക്കൽ സോൾഡാറ്റി ആൻഡ് ഓർഗാനിക് സോൾഡാറ്റി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റാണ് മാക്സ് വെബർ. ഇംഗ്ലണ്ടുകാരനായ മാക്സ് വെബർ അദ്ദേഹം പറയുന്നത് സോഷ്യോളജിയിലെ സോഷ്യൽ ആക്ഷനുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് സോഷ്യോളജി പഠിക്കുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്ത് വേണം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതായത് കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് വേണം പഠിക്കാൻ എന്നാണ് മാക്സ് വെബർ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് ഐഡിയൽ ടൈപ്പ്. എന്താണ് ഐഡിയൽ ടൈപ്പ്? കൂടാതെ മാക്സ് വെബറിന്റെ കോൺട്രിബ്യൂഷനിൽ പെടുന്നതാണ് വാല്യൂ ന്യൂട്രാലിറ്റി. അതുപോലെ തന്നെ ബ്യൂറോക്രസി. എന്താണ് ബ്യൂറോക്രസി? ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹയറാർക്കിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ബ്യൂറോക്രാറ്റ്സ് ഇൻ ദ ഓൺ ദ ബേസിസ് ഓഫ് ദർ സ്റ്റാറ്റസ്. അപ്പം സ്റ്റാറ്റസിനനുസരിച്ച് ബ്യൂറോക്രാറ്റ്സിനെ ഹയാർക്കിക്കലായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അതോറിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദർ ആർ 3 ടൈപ്സ് ഓഫ് അതോറിറ്റി: ട്രഡീഷണൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി ആൻഡ് റാഷണൽ ലീഗൽ അതോറിറ്റി. ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന അതോറിറ്റിയാണ്, രാജഭരണം പോലെ. അതോറിറ്റി ത്രൂ ബ്ലഡ് റിലേഷൻ, അല്ലെ ഫാദർ ടു സൺ, അങ്ങനെ പാരമ്പര്യമായിട്ട് അധികാരം കൈമാറി വരുന്നത്. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതോറിറ്റി ഡ്യൂ ടു ദി എഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പവർ അതോറിറ്റി ബൈ ദ പവർ ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. റാഷണൽ ലീഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന യുക്തിപരമായ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടുള്ള അധികാരം. ബ്യൂറോക്രസിയെ സംബന്ധിച്ച് ഒരു ചെറിയ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാക്സ് വെബറിനെ കുറിച്ചോ അല്ലെങ്കിൽ എമിൽ ഡർക്കീമിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു എസ്സേ ആയിട്ട് തന്നെ ചോദിക്കാം. ബ്യൂറോക്രസിയെ കുറിച്ച് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്യൂറോക്രസി എന്താണ്, ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, എലമെന്റ്സ്, അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ടത് ഓഫീസ് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്
ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് LK അനന്തകൃഷ്ണ അയ്യർ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനുകളെ കുറിച്ചൊക്കെ വളരെ ബ്രീഫായിട്ട് പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ശരത്ചന്ദ്ര റോയ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും അദ്ദേഹത്തിന്റെ ജീവിത ബിബിലിയോഗ്രഫിയും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്ക് മെൻ ഇൻ ഇന്ത്യ. തുടർന്ന് കൂടുതൽ ഡീറ്റെയിലേക്ക് വരുന്നത് GS കുര്യയാണ്. GS കുര്യയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മുൻപ് കാസ്റ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. കാസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചത് തന്നെ GS കുര്യയുടെയാണ്. ട്രൈബൽ പീപ്പിളിന്റെ കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറിയർ എൽവിൻ അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിനെ പോലെയുള്ള വെസ്റ്റേൺ പീപ്പിള്, ഇംഗ്ലീഷ് പീപ്പിള്, വെസ്റ്റേൺ പീപ്പിള് അല്ല ബ്രിട്ടീഷുകാർ അവരുടെ കാഴ്ചപ്പാടിൽ ട്രൈബൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെ ട്രൈബൽ പീപ്പിളിനെ കുറിച്ച് അവർക്ക് ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. GS കുര്യയെ പോലെയുള്ള ഓറിയന്റലിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ട്രൈബൽ പീപ്പിളിനെ കുറിച്ച് ഒരു അസിമിലേഷനിസ്റ്റ് അപ്രോച്ചാണ് ഉണ്ടായത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ GS കുര്യയെ പോലെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ളവരുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണ്, ഹിന്ദു സൊസൈറ്റിയുടെ ഭാഗമാണ്. ദേ ആർ ഓൾസോ ബാക്ക്വേർഡ് ഹിന്ദുസ്. അവരെ നമ്മളുടെ സൊസൈറ്റിയായിട്ട് നമ്മുടെ മെയിൻ സ്ട്രീമുമായിട്ട് ചേർത്ത് നിർത്തുക തന്നെയാണ് വേണ്ട, അല്ലാതെ അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുകയല്ല വേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയപ്പം വെറിയർ എൽവിനെ പോലെയുള്ളവർക്ക് വെച്ച് പുലർത്തിയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അവരെ നമ്മുടെ സൊസൈറ്റിയായിട്ട് ചേർത്ത് നിർത്തിയാൽ അവരെ എക്സ്പ്ലോയിറ്റഡ് ആകത്തുള്ളൂ, അവർക്ക് നേട്ടം ഉണ്ടാകത്തില്ല, അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധിവരെ സൂചിപ്പിക്കുന്നത് അന്നും ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. തുടർന്ന് GS കുര്യയും ഹെർബർട്ട് റിസലിയും തമ്മിലുള്ള ചെറിയ ഒരു കോൺഫ്ലിക്റ്റ്. അതേസമയം ഹെർബർട്ട് റിസലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള കാസ്റ്റ് ബേസ്ഡ് സെൻസസ് ആരംഭിച്ചത് ഹെർബർട്ട് റിസലിയാണ്. കാസ്റ്റിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പഠിച്ചതും കാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഹെർബർട്ട് റിസലിക്കാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, കാസ്റ്റ് കോൺഫ്ലിക്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും കൂടെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. GS കുര്യയുടെ കാസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കാസ്റ്റിന്റെ ഡെഫിനിഷൻ, ഹെർബർട്ട് റിസലിയുടെ കാസ്റ്റിന്റെ ഡെഫിനിഷൻ വളരെ റിച്ച് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. തുടർന്ന് DP മുഖർജിയുടെ കോൺട്രിബ്യൂഷനിലേക്കാണ് കിടക്കുന്നത്. DP മുഖർജിയുടെ പാരമ്പര്യം, അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ പാസ്റ്റ് കഴിഞ്ഞു പോയ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എലൈവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് പാരമ്പര്യം ട്രാൻസ്മിറ്റിംഗ് ആണ്, പ്രസന്റിൽ കൂടെ ട്രാൻസ്മിറ്റിംഗ് ആണ്. അപ്പം പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലൈവായിട്ടുള്ള എലമെന്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം പാരമ്പര്യത്തെ കണക്കാക്കുന്നത്. സജീവവും ചലനാത്മകവുമാണ് പാരമ്പര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് 3 പരിവർത്തന തത്വങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്: ശ്രുതി, സ്മൃതി, അനുഭവ. ഇത് ചില സമയങ്ങളിൽ ചോദിക്കാറുള്ളതാണ്, അതോടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് AR ദേശായി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറെ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. രാഷ്ട്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വെൽഫെയർ സ്റ്റേറ്റ്, എന്താണ് വെൽഫെയർ സ്റ്റേറ്റ്, വെൽഫെയർ സ്റ്റേറ്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. വെൽഫെയർ സ്റ്റേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്ന ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് ആയിരിക്കണം, അല്ലെ ക്രിയാത്മക രാഷ്ട്രമായിരിക്കണം. അവിടെ ക്രിയാത്മകമായി രാഷ്ട്രം എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം. നെക്സ്റ്റ് ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ദർ ഷുഡ് ബി മിക്സഡ് എക്കോണമി. ഇതൊക്കെയാണ് അതിന്റെ സവിശേഷതയായിട്ട് പറയുന്നതെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സൊസൈറ്റി അല്ല ആ നേഷനെ നമുക്കൊരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഡെവലപ്ഡ് ആണ് എന്ന് നമ്മൾ കരുതുന്ന സ്റ്റേറ്റ് പോലും വെൽഫെയർ സ്റ്റേറ്റ് അല്ല എന്നാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്നത് ദാരിദ്ര്യം, സാമൂഹിക വിവേചനം, ഇതൊന്നും വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാവരുത്. വരുമാനത്തിന്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. ഇൻഇക്വാലിറ്റി റിമൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ടായിരിക്കണം. മുതലാളിത്തത്തിന്റെ ലാഭ പ്രേരണയേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കണം. എല്ലാവർക്കും തൊഴിൽ കിട്ടിയിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് MN ശ്രീനിവാസിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്ക്, അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ കുടക വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയ പഠനം, അദ്ദേഹത്തിന്റെ ഗ്രാമങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, പ്രത്യേകിച്ചും ലൂയി ഡൂമോണ്ടുമായിട്ടുള്ള ബ്രിട്ടീഷുകാരനുമായിട്ടുള്ള ഗ്രാമങ്ങളെ കുറിച്ചുള്ള ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇവിടെയും നേരത്തെ നമ്മൾ കണ്ട പോലെ ഇന്ത്യൻ വെസ്റ്റേൺ കോൺഫ്ലിക്റ്റ് ആണ്. MN ശ്രീനിവാസിനെ സംബന്ധിച്ച് കാസ്റ്റിനേക്കാളും ഗ്രാമങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് MN ശ്രീനിവാസിന്റെ അഭിപ്രായത്തിൽ വ്യക്തികളെ സംബന്ധിച്ച് കാസ്റ്റിനേക്കാളും അവന്റെ ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്? അത് ഇമ്പോർട്ടന്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വലിയ റിവിഷന്റെ മറ്റൊരു പാട്ടും ഉടനെ തന്നെ ചെയ്യണമെന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.